ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് അരീക്കോടിൻ്റെ എക്കോളജിയെക്കുറിച്ചും അരീക്കോടിൻ്റെ എൻവയോൺമെൻറ്റിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ്. അപ്പോൾ ഇതിനായി ഇന്ന് നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രശസ്ത എക്കോളജിസ്റ്റും കൂടാതെ ഒരു ഹിസ്റ്ററി അധ്യാപകനും കൂടെയായ സർ ഹാമിദ് അലി സാറാണ്. സർ വെൽക്കം ഓൾ. സർ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സർ. സാറിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡിയായി ഞങ്ങൾക്ക് ടൈം വന്നതിന്. പിന്നെ ഫസ്റ്റ് സാറിനെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. സാറിൻ്റെ ഫാമിലി, സാറിനെ കുറിച്ചും സാർ എങ്ങനെ അരീക്കോടായിട്ട് കണക്ട് ചെയ്യിക്കുന്നത്? എൻ്റെ ജന്മസ്ഥലം വാഴക്കാടാണ്. പക്ഷെ ഞാൻ അരീക്കോട് ഒരു 2000-ന് മുന്നേ തന്നെ എത്തിയിട്ടുണ്ട്. പാരലൽ കോളേജ് ക്ലാസ് എടുക്കാനാണ് അരീക്കോട് വരുന്നത്. കോപ്പറേറ്റീവ് കോളേജിൽ ഹിസ്റ്ററി പഠിപ്പിക്കാനാണ് വരുന്നത്. പിന്നീട് ഞാൻ മൂർക്കാട് സ്കൂളിൽ 2000 മുതലുണ്ട്. ഇപ്പോൾ ഇവിടെ 25 വർഷമായിട്ട് ഇവിടെ ഹിസ്റ്ററി അധ്യാപകനാണ്. പിന്നെ പഠിച്ചതെല്ലാം ഫറൂഖ് കോളേജിലാണ്. ഡിഗ്രിക്ക് PGക്ക് ഒക്കെ അവിടെ ജോയിൻ ചെയ്തിരുന്നു. പിന്നെ പ്രീ ഡിഗ്രിക്ക് ദേവഗിരി സെൻറ്റ് ജോസഫിൽ, BEd കേരള യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ ആദ്യത്തെ ഇവിടെ ഹയർ സെക്കൻഡറി വന്നു. ഹ്യൂമാനിറ്റീസിൻ്റെ സെക്കൻഡ് ബാച്ച് വന്നപ്പോൾ ഇവിടെ ഹിസ്റ്ററി പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ കോപ്പറേറ്റീവ് കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുക ചെയ്തു. അങ്ങനെ ഞാനിവിടെ 2000 ജോയിൻ ചെയ്തു. അങ്ങനെ പഠിച്ചതെല്ലാം എക്കണോമിക്സാണ്. പിന്നെ PG ഒരു ഹിസ്റ്ററി കൂടി പഠിച്ചിരുന്നു. അങ്ങനെയാണ് ഹിസ്റ്ററി ടീച്ചറായിട്ട് ജോയിൻ ചെയ്തത്. സർ എന്ന് മുതലാണ് അരീക്കോടിൻ്റെ ഈ എക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? പിന്നെ അരീക്കോട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അങ്ങനത്തെ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് നാച്ചുറൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് അങ്ങനെ? ഞാൻ അരീക്കോടിൻ്റെ നാച്ചുർ ശ്രദ്ധിക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നതും ഞാൻ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ ഭൂപ്രകൃതിയാണ്. അതിൻ്റെ കാരണം ഒരു ബയോ ജിയോഗ്രഫി എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെല്ലാവരും അറിയേണ്ടതുണ്ട്. ജൈവ ഭൂപടം. അത് നമ്മളൊരു നാട്ടിൽ, ഉദാഹരണത്തിന് വയനാട്ടിൽ ഉരുൾപൊട്ടിക്കഴിഞ്ഞാൽ അത് വയനാട്ടിലാണ്, അത് അങ്ങ് ദൂരെയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ നിലമ്പൂരിലാണ് ആദ്യമായിട്ട് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലിൻ്റെ ആഘാതവും ഒക്കെ ഉണ്ടാകുന്നത് നിലമ്പൂരിലായിരിക്കും. അല്ലെങ്കിൽ വയനാട് ചുരത്തിലൊരാഘാതം ഉണ്ടെങ്കിൽ അത് കോഴിക്കോട്, താമരശ്ശേരി ഭാഗത്തായിരിക്കും. അപ്പം നമ്മളെപ്പോഴും പൊളിറ്റിക്കൽ മാപ്പാണ് നമ്മുടെ തലയിൽ കയറ്റി വെക്കുക. പൊളിറ്റിക്കൽ മാപ്പ്. വയനാട് എന്ന് പറയുന്ന ഒരു ജില്ല, മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല, കോഴിക്കോട് പറയുന്നൊരു ജില്ല. പക്ഷേ അരീക്കോട് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രൈ ജംഗ്ഷനാണ്. അരീക്കോട് വയനാട് എന്ന് പറയുന്നത് അരീക്കോട് നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസാണ്. നമ്മളിതിലെങ്ങനെ മല കയറി ഈ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ നിന്ന് മല കയറി കഴിഞ്ഞാൽ കക്കാടമ്പയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ വയനാട്ടിലെത്തും. കോഴിക്കോട് ജില്ലയിലേക്കും കവാടമാണ്. മലപ്പുറം ജില്ലേൻ്റെ പ്രധാന ഭാഗമായ നിലമ്പൂരിലേക്കും അരീക്കോട് ഒരു ഭാഗമാണ്. അപ്പോൾ അരീക്കോട്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണ്, ഉദാഹരണത്തിന് നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അത് വയനാട്ടിൽ സംഭവിച്ചതിൻ്റെ അനുരണങ്ങളായിട്ട് വരും. അപ്പോൾ വയനാട്ടിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായില്ല 2 പ്രാവശ്യമായിട്ട്. പുത്തുമല, കവളപ്പാറ, അവിടെയൊക്കെ വയനാട്ടിൻ്റെ താഴ്ഭാഗത്ത് നിലമ്പൂരിൽ ഇതൊക്കെ ഇഷ്യൂസുകളുണ്ടായി. അപ്പോൾ ഒക്കെ നമ്മൾ അറിയേണ്ടത് അത് വയനാടിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് നിലമ്പൂരിലും ഉണ്ടാകും, മലപ്പുറം ജില്ലയ്ക്കും ഉണ്ടാകും, അരീക്കോടിനെയും ബാധിക്കും, താഴെ വാഴക്കാടിനെയും ബാധിക്കും, മാവൂരിനെയും ബാധിക്കും. അപ്പം ഞാൻ അടുത്ത കാലത്തായിട്ട് കൂടുതൽ ഊന്നുന്നത് നമ്മൾക്ക് ഈ നാച്ചുറൽ സ്റ്റഡി എന്ന് പറയുന്നത് കുറേ മരങ്ങളെയും ചെടികളെയും പഠിക്കലല്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻസിൽ. കാരണം ഇപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ഈ കാലാവസ്ഥ വ്യതിയാനം, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാലമാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തെ നമ്മൾ പുറമേ ഇങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു പരിഹാരമൊന്നും കാണാൻ കഴിയില്ല. ഓരോ വ്യക്തിക്കും, ഇവിടുത്തെ സംഘങ്ങൾക്കും ഭരണകൂടങ്ങൾക്കും ഒക്കെ ഇതിൽ വലിയ റോളുണ്ട്. അപ്പോൾ അരീക്കോടിന് എന്താ പ്രത്യേകത ഉണ്ടോ വെച്ചാൽ ഇതാണ് അരീക്കോടിൻ്റെ പ്രത്യേകത. അരീക്കോട് വെസ്റ്റേൺ ഗഡ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്, ഗേറ്റ് വേ ആണ്. നമ്മളെ കോഴിക്കോട് മലപ്പുറം ജില്ലേൻ്റെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ ഗേറ്റാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം വെസ്റ്റേൺ ഗഡ്സിൽ എല്ലാ വെള്ളവും ഒഴുകി എത്തുന്ന, അത് ഒന്ന് ഒഴുക്ക് നിലയ്ക്കുന്ന സ്ഥലം. ചില വെള്ളരിമലയിൽ നിന്ന് വരുന്ന മഴവെള്ളത്തെയും വയനാട്ടിൽ നിന്ന് വരുന്ന മഴവെള്ളത്തെയും ഒക്കെ പുഴ കൊണ്ടുവന്ന് ഒന്ന് സ്ലോ ആവുന്ന സ്ഥലം അരീക്കോട്. എന്നിട്ട് ഇവിടെ അങ്ങോട്ട് നിറയുക ചെയ്യുക. അതാണ് അരീക്കോടിൻ്റെ പ്രത്യേകത. ചാലിയാറിൻ്റെ ദാനമാണ് ശരിക്കും അരീക്കോട് എന്ന് പറയുന്നത്. അരീക്കോടിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ശരിക്കും പുഴ തന്നെയാണ്.
കാരണം അരീക്കോടിൻ്റെ ആദ്യത്തെ അങ്ങാടി താഴത്തങ്ങാടിയാണ്. അരീക്കോട്ടെ വലിയ പള്ളി താഴത്തങ്ങാടി പള്ളിയാണ്. താഴത്തങ്ങാടി പള്ളിക്ക് 100-ലധികം വർഷം പഴക്കമുണ്ട്. രേഖപ്പെട്ട ചരിത്രം തന്നെ നമുക്ക് 1850-കളിൽ വരെ പള്ളിയുടെ ചരിത്രമുണ്ട്. ആ പള്ളി എവിടെ സ്ഥിതി ചെയ്യുന്നത്? ചാലിയാറിൻ്റെ തീരത്താണ്. ചാലിയാറിലൂടെ പോകുന്നവർക്ക് വരെ കയറി നിസ്കരിക്കാവുന്ന രീതിയിലാണ് പള്ളിയുള്ളത്. അപ്പോൾ അരീക്കോട്ടിൻ്റെ പള്ളിയും അരീക്കോട്ടെ അങ്ങാടിയും ഒക്കെ താഴത്തങ്ങാടിയും ഒക്കെ ഡെവലപ്പ് ചെയ്തത് പുഴ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അരീക്കോട്ടെ താഴത്തങ്ങാടി റോഡ് ഉണ്ട്, പുഴയ്ക്കൊരു റിങ് റോഡ് പോലെയാണ്. പുഴേൻ്റെ അരികിലൂടെയാണ് എൻ്റെ റോഡ്. കാരണം ട്രാൻസാക്ഷൻസ് ഫുള്ള് പുഴയിലൂടെയാണ്. ബേപ്പൂരിൽ നിന്ന് അരീക്കോട്ടേക്ക് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഡബിൾ ഡെക്കർ ബോട്ട് ഉണ്ടായിരുന്നു. 2 നിലയിൽ നമ്മൾ കൊച്ചിയിലൊക്കെ നമ്മൾ ക്രൂയിസ് ബോട്ടുകൾ പോകില്ലേ, 2 നിലയിലൊക്കെ നമ്മൾ പിന്നെ കാഴ്ചകൾ കാണാൻ ടൂറിസ്റ്റുകൾ കൊണ്ട് പോകുന്ന ബോട്ട് പോലെ ചോല എന്ന് പറഞ്ഞൊരു ബോട്ടൊക്കെ അരീക്കോട്ടേക്ക് വന്നിരുന്നു. ആ ബോട്ടുകൾ മൂക്കാട് സ്കൂൾ കടവിലെ ജെട്ടിയിൽ ലാൻഡ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ നമ്മളെ ഇവിടെ ഒരു കടവിലെ പഴയ ജെട്ടിയിൽ ലാൻഡ് ചെയ്തിരുന്നു. അപ്പം ചാലിയാറുമായിട്ട് അരീക്കോടിൻ്റെ ബന്ധം എന്ന് പറയുന്നത് അരീക്കോടിൻ്റെ മെയിൻ ലോകത്തോടുള്ള സംവാദം എന്നുവെച്ചാൽ കോഴിക്കോടും കല്ലായിയിലേക്കും ഒക്കെ നമ്മൾ പോയിരുന്നത്, അല്ലെങ്കിൽ സാമൂതിരിയുടെ പടയാളികളും സാമൂതിരി രാജാവ് അടക്കം നിലമ്പൂരിലേക്ക് പോയിരുന്നത് ഈ ചാലിയാറിലൂടെയാണ്. അവരാണ് ചാലിയാറിൻ്റെ തീരത്ത് ഇങ്ങനെ ഒരു പള്ളിയുടെ പിന്നണിയിലെന്നും പറയുന്നുണ്ട്. കാരണം ഈ കൊള്ളക്കാരും കള്ളന്മാരും ഒക്കെ ഇവിടെ കാടിനോട് ചേർന്ന സ്ഥലം കൂടി ആയതുകൊണ്ട് ഈ പുഴയാത്ര സേഫായിരുന്നില്ല. അപ്പോൾ പുഴയിലൂടെയുള്ള യാത്ര സേഫ് ആവാൻ വേണ്ടിയിട്ട് താഴത്തങ്ങാടിയിൽ നല്ല പോരാളികളായിട്ടുള്ള മാപ്പിള പോരാളികളെയൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹം താമസിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചാലിയാറും അരീക്കോടും തമ്മിൽ സാംസ്കാരിക ബന്ധം ധാരാളമുണ്ട്. ഒരുപാട് വർക്കുകൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. ഞാൻ സാംസ്കാരിക ബന്ധമല്ല പറയുന്നത്. ഇത് അരീക്കോടിൻ്റെ വളർച്ചയിൽ, ട്രേഡിൽ, ട്രാൻസ്പോർട്ടിൽ, പിന്നെ കൾച്ചർ എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ട്. അരീക്കോടിൻ്റെ തന്നെ അരീക്കോട്ടെ പാട്ടുകാർ അവരുടെ പാട്ടുകൾ പാടിയിരുന്നത്, അവരുടെ നാടകം കളിച്ചിരുന്നത്, അവർ പന്ത് കളിച്ചിരുന്നത്, അവർ കച്ചവടം ചെയ്തിരുന്നത്, അവർ കുളിയും നനയും നടത്തിയിരുന്നത്, അവരുടെ എല്ലാം പുഴയിലായിരുന്നു. ആയിരങ്ങൾ പുഴയിൽ കുളിച്ചിരുന്നു എന്നാണ്. അരീക്കോട്ടൻ മാത്രമല്ല, സമീപ ദേശത്തു നിന്ന് വരെ അരീക്കോടൻ പുഴയിലെ തീരങ്ങളിൽ ആളുകൾ കുളിക്കാൻ വന്നിരുന്നു. വേറൊരു സാധനം കൂടിയുണ്ട്. അരീക്കോട്ടുകാർക്ക് മുക്കം പോവാൻ, അരീക്കോട്ടുകാർക്കല്ല, മലബാർ, ഈ കാവനൂർ, മഞ്ചേരി ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ സർക്കിളിലുള്ള മുഴുവൻ മനുഷ്യർക്ക് മുക്കത്തേക്ക് പോകാനുള്ള മെയിൻ ഗേറ്റ് അരീക്കോട്ടെ ഈ മുക്കം കടവാണ്. കടവിൻ്റെ പേര് തന്നെ മുക്കം കടവ് എന്നാണ്. അതെവിടെ പറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തോണി പറ്റുന്ന സ്ഥലം. നമ്മൾ ഇവിടുന്ന് പത്തനാപുരത്ത് നിന്ന് അരീക്കോടേക്ക് പോകുന്ന മെയിൻ ഹൈവേ ഇല്ലേ, ആ മെയിൻ ഹൈവേയുടെ പാലം ഉണ്ടല്ലോ, ആ റോഡല്ല പഴയ റോഡ്. ഈ പത്തനാപുരം അങ്ങാടിയിൽ ഇനി നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കാണാം. ആ റോഡ് നേരെ പോയാൽ പുഴയിൽ അവസാനിക്കും. ആ കടവാണ് മുക്കം കടവ്. അവിടെയാണ് തോണി വെച്ചിരുന്നത്. പിന്നെ ഒരു പുഴ ഓടി ഇതിൽ അരീക്കോട് വരുന്നുണ്ട്. അത് ഓടക്കയത്തെ വെസ്റ്റ് മാട്ടത്തു നിന്ന് തന്നെ വരുന്ന ഓടക്കയത്തെ ചെറിയ പുഴ. ഞാനതിനെ പറയാ കൊടുമ്പുഴ എന്നാണ്, ഞാൻ മാത്രം. കാരണം അത് കൊടുമ്പുഴ എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്നാണ് ജനിക്കുന്നത്. അവിടെ അതിൻ്റെ പേര് കൊടുമ്പുഴ എന്നാണ്. പത്തനാപുരത്ത് എത്തുമ്പം ചെറിയ പുഴ. ഈ ചെറിയ പുഴ എന്ന് അരീക്കോട്ടേക്ക് വരുന്നത് അരീക്കോട്ടെ കച്ചവടത്തിന് അതും സാധിച്ചു. അവർ മലയിലൂടെ സാധനങ്ങളായിട്ട് വരും. അങ്ങനെ പുഴയായിട്ട് അരീക്കോട്ടിന് നല്ല കണക്ഷൻസ് ഉണ്ട് ചാലിയാറുമായിട്ട്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ചാലിയാറിൻ്റെ ജീവിതത്തെ 2000-ന് മുന്നേയും ശേഷവും എൻ്റെ പറയാം. കാരണം എന്താ വെച്ചാൽ ചാലിയാറിലെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടാവുന്നത് കവണക്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നാണ് പ്രൊജക്റ്റാണ്. 2000-ൽ അത് കമ്മീഷൻ ചെയ്തു. അപ്പോൾ ഈ 2000-ൽ കമ്മീഷൻ ചെയ്ത കവണക്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന വാഴക്കാട് ഊർക്കടവ് എന്ന സ്ഥലത്ത് ചാലിയാറിന് മുകളിൽ വലിയ ഷട്ടർ റെഗുലേറ്റർ. ഈ റെഗുലേറ്റർ ഇട്ടതോടുകൂടി പുഴ ഒരു റിസർവോയറായി. ഇപ്പോൾ അരീക്കോട് കാണുന്ന പുഴയല്ല, ശരിക്കും അതൊരു റിസർവോയറാണ്. ഓളങ്ങളില്ലാത്ത തീരം, ഓളം കയറി വരുന്നൊരു തീരത്തുണ്ടല്ലോ, ആ തീരമാണ് കറക്റ്റ് നമുക്ക് കുളിക്കാൻ പറ്റുന്ന തീരം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ കെട്ടി നിൽക്കുന്ന വെള്ളമാണ്, ഒരു ഡാം പോലെ പുഴ. അപ്പോൾ ഈ ഡാം പോലെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചളി
പുഴയുടെ തീരത്തുണ്ടാവും. ഇങ്ങനെ ചെളി നിറഞ്ഞ തീരങ്ങളാണ് അരീക്കോട്ടെ പുഴ തീരം എന്ന് പറയുന്നത്. അപ്പം ചെളി നിറഞ്ഞുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിൽ ഇറങ്ങി കുളിക്കാൻ പറ്റില്ല. പിന്നെ വേനൽക്കാലത്ത് പുഴ നന്നായി ഒഴുകി കൊണ്ടിരിക്കും. ആ ഒഴുക്ക് പുഴയിലുള്ള എല്ലാ തരത്തിലുള്ള ജൈവ മാലിന്യങ്ങളെയും കടലിലേക്ക് കൊണ്ടുപോകും. ജൈവമാലിന്യം 2 തരമുണ്ട്. ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ജൈവമാലിന്യവും പുഴയിൽ വീഴുന്ന ജൈവമാലിന്യമുണ്ട്. ഇപ്പോൾ ഇലകൾ, ധാരാളം മരങ്ങളുണ്ട്, പിന്നെ പലതരത്തിലുള്ള വീടുകളിൽ നിന്ന് ഒഴുകി വരുന്ന പറമ്പിലൊക്കെ ഉള്ള ചെളിവെള്ളമുണ്ട്. ഇത്തരത്തിലുള്ള വെള്ളമൊക്കെ ഒഴുകി ലവണമൊക്കെ കടലിലേക്ക് പോകും. ഇപ്പം അതൊക്കെ ഇവിടെ തന്നെ കിടക്കുക. അപ്പോൾ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ പുഴയിൽ സമ്മറിൽ ബ്ലൂ ഗ്രീൻ ആൽഗ എന്ന് പറയുന്ന പ്രതിഭാസമുണ്ട്. ബ്ലൂ ഗ്രീൻ ആൽഗ പ്രതിഭാസം. ഈ പ്രതിഭാസം വരുന്നവർ കൂടി സമ്മറിൽ ആളുകൾ ഇറങ്ങുന്നില്ല. മഴക്കാലത്താണെങ്കിൽ പുഴ കുത്തി ഒഴുകുന്നു, വെള്ളപ്പൊക്കം, ഇടക്കിടക്കുള്ള വെള്ളപ്പൊക്കം. പിന്നെ മണലെടുത്തിട്ട് വലിയ ആഴമുള്ള സ്ഥലങ്ങളായിട്ട് പുഴയുടെ പല ഭാഗവും മാറിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് പുഴയിൽ നമ്മൾ ഇറങ്ങുന്നത് കുറഞ്ഞപ്പോൾ പുഴയിൽ ജീവിച്ചിരുന്ന പല ജീവികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഉദാഹരണം, നമ്മുടെ നീർനായകളുടെ എണ്ണം ചാലിയാറിൽ കൂടിയിട്ടുണ്ട്. കാരണം നീർനായകളുടെ എക്കോസിസ്റ്റത്തിൽ പറ്റുന്ന സാഹചര്യം അപ്പോൾ ഉണ്ട്. കാരണം പുഴയിൽ നമ്മൾ ഇറങ്ങി കുളിക്കാത്തതും കാട് വെട്ടാത്തതും കൊണ്ട് ഇഷ്ടംപോലെ പൊന്തകൾ അവരവിടെ കയറിയിട്ടാണ് ഈ കൂടുതൽ സമയം നിൽക്കുക. വെള്ളത്തിൽ മാത്രമല്ല കരയിലും ജീവിക്കുമ്പോൾ. അപ്പോൾ കര എനിക്ക് വേണം. അവരുടെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കര, പുഴ അങ്ങനെയുള്ള മാറിയാണ്. അപ്പം നല്ല പിന്നെ അവർക്ക് പെർഫെക്റ്റ് ആയ കര ഇപ്പം ഉണ്ട്. പെറ്റുവരുത്താനുള്ള സാഹചര്യം കൂടിയിട്ടുണ്ട്. ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ട്. പിന്നെ വേസ്റ്റ്, പിന്നെ കരമാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, കുപ്പികൾ, ഇതൊക്കെ നമ്മൾ പെറുക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. എന്നാൽ പോലും ഇതൊക്കെ പുഴയിൽ വരുന്നുണ്ട്. അങ്ങനെ പുഴയുടെ ഒരു സൗന്ദര്യം അതിപ്പോൾ ഇല്ല. ഒഴുക്കില്ല, ഇൻട്രാക്ഷൻസ് ഇല്ല. ഇത് വലിയൊരു സാധനമാണ്. ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പുഴയായിട്ടുള്ള നമ്മുടെ ഇൻട്രാക്ഷൻസ് അതെങ്ങനെ ഇപ്പം പറയാം വെച്ചാൽ പുഴയായിട്ടുള്ള നമ്മുടെ പാരസ്പര്യം, അതാണ് മലയാളം പറഞ്ഞാൽ. അപ്പം നമ്മൾ ഇന്ന് കാണുന്നു. അപ്പം നമ്മളായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഫോർമലാണ്. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ ഫോർമലാണ് നമ്മുടെ പുഴയുമായിട്ടുള്ള നമ്മുടെ സാധനങ്ങൾ. നമുക്ക് അപ്പുറമൊന്നും അറിയില്ല. നിങ്ങളിപ്പോൾ നിങ്ങളുടെ എൻ്റെ മുന്നിലുള്ള നിങ്ങൾ സ്റ്റുഡൻസ് മാത്രമാണ്. എനിക്കിപ്പോൾ കുറേ കാര്യങ്ങൾ അറിയാമെന്ന് കുറച്ച് സ്റ്റുഡൻസ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് നിങ്ങൾക്കിപ്പോൾ. ഇതുപോലെയുള്ള ഒരു റിലേഷൻസാണ് പുതിയ തലമുറയ്ക്ക് പുഴയോടുള്ളത്. പാരസ്പര്യം കുറഞ്ഞു, ഇൻട്രാക്ഷൻസ് കുറയും. പഴയ ആളുകൾക്ക് അങ്ങനെയല്ല. അവർ പുഴയിലെ കാറ്റ് കൊള്ളാനിരിക്കും, പുഴയിൽ കുളിക്കാനിറങ്ങും, പുഴയിൽ നിന്ന് മീൻ പിടിക്കും, പുഴയിൽ തന്നെ രാത്രിയിൽ ഇറങ്ങിയിട്ട് അവർ ചൂടും തന്നെ വേനൽക്കാലത്തിൻ്റെ ഒക്കെ അസ്വസ്ഥതകൾ മാറ്റാൻ വേണ്ടി അവർ പുഴയെ കുളിര് തേടുന്ന ഇടാക്കി മാറ്റും. വീഡിയോ എടുക്കാനും പിന്നെ വെറുതെ ഇരുന്ന് എന്തെങ്കിലും കടല പറിക്കാനൊക്കെ പുഴയിൽ പോയിരിക്കും. തോണിയിലൂടെ സഞ്ചരിക്കും. ഫാമിലി സഹിതം തിരുമ്പാനും അലക്കാനൊക്കെ ആയിട്ട് പുഴയിൽ പോകും. കുട്ടികളെ നീന്തം പഠിപ്പിക്കും, കുട്ടികൾ നീന്തൽ പഠിക്കും. ഇന്ന് മുങ്ങി മരിക്കുകയെന്ന് മാത്രമാണ്. വേസ്റ്റ് ഇടാനാണ് കുറച്ച് ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്, ആദ്യത്തെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പുതിയ തലമുറയിൽ മണൽപ്പണിക്കാർ നന്നായി പുഴയെ സ്നേഹിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിലൊക്കെ അവർ മണൽ വാരുന്നതിൻ്റെ ആഘാതത്തെക്കുറിച്ച് ഞാൻ വേറെ പറയാം. പക്ഷെ അവർ പുഴയെ ഇഷ്ടപ്പെടുന്നവർ. അതൊരിക്കലും പുഴ തകരണമെന്നോ അല്ലെങ്കിൽ പുഴ നശിപ്പിക്കണമെന്നോ ഒരിക്കലും ആഗ്രഹിക്കുന്നവരല്ല. അവരാണ് പുഴയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മാറ്റം എന്ന് പറയുന്നത്. നമ്മളും പുഴയും തമ്മിലുള്ള ആ ഒരു ടെമ്പോ എന്ന് വേണമെങ്കിൽ പറയാം, അത് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പുഴ ഒരു ഡാറ്റയാണ്. ചാലിയാറ് അത് ഇന്ന സ്ഥലത്ത് ജനിക്കുന്നു, ഇന്ന സ്ഥലത്ത് ഒഴുകുന്നു, ഇത്ര ഘന ലിറ്റർ വെള്ളം ഒഴുകുന്നു, ഇത്ര ആഴമുണ്ട്, ഇങ്ങനെ ഡാറ്റ സയൻസാണ് നമുക്കത്. പിന്നെന്താ അതേപോലെ അരീക്കോടിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വൃക്ഷങ്ങളോ ചെടികളോ? ശരിക്കും ഞാനിപ്പോൾ ആ സമീപകാലത്തായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, സ്ഥലനാമങ്ങൾ മരങ്ങളുമായിട്ട് എന്ത് റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം മാവൂര് അല്ലെങ്കിൽ ഞാനത് എപ്പോഴും എരഞ്ഞിമാവെത്തുമ്പോൾ ആലോചിക്കും. എരണി എന്ന് പറയുന്നത് ഇലഞ്ഞിയെ, നമ്മളിവിടെ ഇലഞ്ഞി മരത്തെയാണ് എരണി എന്ന് പറയുന്നത്. എരണിയും മാവുള്ള സ്ഥലമുണ്ട്, ആരും മാവുള്ള സ്ഥലമുണ്ട്. പക്ഷെ അരീക്കോടിന് അങ്ങനെ ഒരു മരമായിട്ടൊന്നും ബന്ധമില്ല, ലാൻഡ്മാർക്കായിട്ട് ബന്ധമില്ല. പക്ഷെ അരീക്കോട്ടിൻ്റെ പിന്നെ ലാൻഡ്മാർക്ക് ആകാവുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് അരീക്കോട് എന്ന് പറയുന്നത് MSPയുടെ പിന്നെ അതായത്
പോലീസ് ക്യാമ്പിൻ്റെ ഒരു കുന്ന് അരീക്കോടിൻ്റെ ലാൻഡ്മാർക്കാണ്. എനിക്ക് എപ്പോഴും അരീക്കോട് എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ പിന്നെ ഞാനൊരു വാലി ആയിട്ടല്ല അതിനെ കാണുന്നത്. അരീക്കോടിന് എപ്പോഴും വലിയൊരു കുന്നിൻ്റെ ചെരുവിലുള്ള അനേകം ഇടപാടുകളാണ് അരീക്കോട് എന്ന് പറയുന്നത്. ഒന്ന് ക്ലിയറായി പറഞ്ഞാൽ ഏറ്റവും താഴെ പുഴയിലെ കടവ്, ആ കടവിന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ താഴത്തങ്ങാടിയിലെ പഴയ പുരാതന പള്ളിയും അതിന് മേലെ ഖബറിസ്ഥാനും അതിന് മേലെ സുലം ഇസ്ലാം സ്ഥാപനങ്ങളും അതിൻ്റെ മേലെ പോലീസ് സ്റ്റേഷനും അങ്ങാടിയും അതിൻ്റെ ഇടയിൽ ചന്തയും. ഈ ചന്തയാണ് അരീക്കോടിൻ്റെ എന്താ പറയുക ജീവൻ്റെ. അരീക്കോട് എന്ത് ടൗണാണ് ചോദിച്ചാൽ ഞാൻ പറയും ട്രേഡിങ് ടൗണാണ്. 3 ടൗണുകളാണ്. ഒന്ന് ട്രെയിൻ കച്ചവടത്തിൻ്റെ കാരണം കൊണ്ടുണ്ടായ, ഇപ്പോൾ ഗുരുവായൂർ അമ്പലം ഉള്ളത് കൊണ്ടാണ് ഗുരുവായൂർ ഒരു ടൗണായത്. അത് നമ്മൾ പിൽഗ്രിം ടൗൺസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ മതപരമായ ടൗൺ അതാണ്. പിന്നുള്ളത് രാജാക്കന്മാരുണ്ടാക്കുന്ന പട്ടണങ്ങളാണ്. പക്ഷെ അരീക്കോട് എന്ന് പറഞ്ഞ ട്രേഡാണ്, ചന്തയാണ് അരീക്കോട്. ആ ചന്തയും കഴിഞ്ഞ് പിന്നെയും കയറിയ ക്യാമ്പാണ്. ക്യാമ്പ് എന്ന് ഷോർട്ടായി പറയുന്നത് ഏറനാടിലെ മാപ്പിളമാരെയൊക്കെ ഒതുക്കാൻ ബ്രിട്ടീഷുകാർ പണ്ടോടെ ക്യാമ്പിങ് നടത്തിയിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ്. ഇതിൻ്റെ മുകളിൽ ബ്രിട്ടീഷുകാർക്ക് ഒരു ബംഗ്ലാവ് ഉണ്ട്. ആ ബംഗ്ലാവ് പറഞ്ഞത് അരീക്കോടിന് ഇപ്പോഴും ഉണ്ട്. ആ ബംഗ്ലാവ് IB എന്ന് പറയുന്നത്, TB എന്നാണ് ഇപ്പം. TB ട്രാവലേഴ്സ് ബംഗ്ലാവ്. ഇങ്ങനെ ട്രാവലേഴ്സ് ബംഗ്ലാവുള്ള നാടാണ് അരീക്കോട്. അപ്പോൾ അരീക്കോടിൻ്റെ ലാൻഡ്മാർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കുന്നാണ്. അരീക്കോട് ഒരു കുന്നിൻ്റെ താഴ്വാരാണ് ശരിക്കും. ആ കുന്നിന് ചുറ്റുമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ നടുവിൽ അരീക്കോട് ടൗണിൽ ബസ് സ്റ്റാൻഡിൽ ചന്ത, താഴെ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പുഴ, കടൽ, ഭയങ്കര രസമാണ്. അപ്പം വേറൊരു ഐക്യം അങ്ങനെയൊന്നുമില്ല. മുക്കത്താണ് ഒരു ആലുണ്ട്. അങ്ങനെ ഇവിടെ അങ്ങനെ നമുക്കൊരു അങ്ങാടിയിലൊരു ലാൻഡ്മാർക്ക് ഇല്ല. അരീക്കോടിൻ്റെ ബേർഡ് സർവേയിലോ അല്ലെങ്കിൽ അരീക്കോടിൻ്റെ ബട്ടർഫ്ലൈ സർവേസിലോ നമ്മൾ ഈ സമീപം അരീക്കോട് അരീക്കോട് അതിൻ്റെ സർക്കിളിൽ അങ്ങനെ സവിശേഷമായിട്ട് അരീക്കോട് മാത്രമായിട്ട് കണ്ടതെന്ന് പറയാനൊന്നും നമ്മളായിട്ട് അറിഞ്ഞിട്ടില്ല. അരീക്കോടിന് ഒരു പ്രത്യേകമായിട്ട് ഒരു ജീവിയുടെ സാന്നിധ്യം കൂടുതലുണ്ടെന്നോ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ ഈ ഇടനാടൻ കുന്നാണ് അരീക്കോടിൻ്റെ കുന്ന്. അരീക്കോട് നിന്ന് നോക്കിയാൽ കിഴക്കോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് വെസ്റ്റേൺ ഗട്ട്സും, അരീക്കോട് മുതൽ കോഴിക്കോട് ഭാഗത്തേക്ക് നോക്കിയാൽ കാണുന്ന കുന്നുകൾ നമ്മുടെ പെരുമ്പറമ്പ് സയൻസ് കോളേജിൻ്റെ കുന്നൊക്കെ മിഡ് ലാൻഡ് ലാറ്ററൈറ്റ് ഹിൽ എന്നുള്ള കാറ്റഗറിയാണ്. മിഡ് ലാൻഡ് ലാറ്ററൈറ്റ് ഹിൽ, ഇടനാടൻ ചെങ്കൽക്കുന്നിനെ മേലാണ് നിങ്ങളെ ക്യാമ്പസ്. എന്നാൽ നിങ്ങൾ നേരെ പുഴ കടന്ന് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ ബാക്കിൽ കയറി മല കയറി കഴിഞ്ഞാൽ അത് വെസ്റ്റേൺ ഗട്ട്സിലെ ക്യാമൽ ഹംസാണ്. വെസ്റ്റേൺ ഗട്ട്സ് തന്നെയാണ്. അതിൽ തന്നെ സവിശേഷമായ മലകളുണ്ട്. ക്യാമൽ ഹംസ്, വില്യ ലോകൻ അങ്ങനെ പറയുന്നത്. അപ്പം അരീക്കോടിൻ്റെ ജോഗ്രഫിക്കലി അരീക്കോടിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്നല്ലാതെ ഒരു വലിയൊരു സാധനം, ഒരു ജീവിയൊന്നും ഇല്ല. ഫാമിങ്, പിന്നെ മറ്റു ആക്ടിവിറ്റീസ്. ഫാമിങ് അങ്ങനെ. പക്ഷെ അരീക്കോട്ടുകാർ പിന്നെ അരീക്കോടിൻ്റെ ചുറ്റും വലിയ കർഷകരുണ്ടെങ്കിലും ബേസിക്കലി അരീക്കോട്ടുകാർ എഡ്യൂക്കേഷൻ പർപ്പസിലാണ് കാര്യങ്ങളൊക്കെ. ഈ ഒരു 100 വർഷത്തിൻ്റെ കാര്യത്തിൽ പണ്ടത്തെ അരീക്കോട്ടുകാർ അരീക്കോട്ടുകാർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കച്ചവടക്കാരും പിന്നെ എന്താ വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് അവർ പിന്നെ പ്രൊഫഷണൽസുകളായി. പണ്ടേ അധ്യാപകരും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും സർക്കാർ ജീവനക്കാരും ഒക്കെ ഉള്ളൊരു നാടാണ് അരീക്കോട്. പക്ഷെ അരീക്കോട് നിന്ന് കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പുത്തലത്തേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പിന്നെ എടവണ്ണ റോഡിന് പോവുകയാണെങ്കിൽ അങ്ങോട്ട് എടവണ്ണപ്പാറ റോഡിൽ പോവുകയാണെങ്കിലൊക്കെ നമുക്ക് ഒരുപാട് വയലുകളും കൃഷിയിടങ്ങളൊക്കെ കാണാൻ സാധിക്കും. ബിസിനസ്സുകാരായതുകൊണ്ട് ധാരാളം കാശുള്ളതുകൊണ്ട് വളരെ വേഗതയിൽ വയലുകളെയൊക്കെ മണ്ണിട്ട് നികത്തിയവരും അരീക്കോട്ടുകാരുണ്ട്. വലിയ വലിയ വയലുകളൊക്കെ മറ്റെല്ലായിടത്തും ചെയ്തതുപോലെ തന്നെ അരീക്കോട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് എഴുതിയിട്ട് നമ്മുടെ വയലുകളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല. പ്രൊട്ടക്ഷന് വേണ്ടി വലിയ സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അരീക്കോടിൻ്റെ
മലയുടെ താഴ്വാരായതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളമുള്ള വയലുകളാണ് ഇന്നത്തെ അരീക്കോട് ടൗണിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. മമതാ ജംഗ്ഷൻ മുതൽ സയൻസ് കോളേജിൻ്റെ റോഡ് വരെയും മമതാ ജംഗ്ഷൻ മുതൽ അരീക്കോട് ക്യാമ്പ് റോഡിൻ്റെ താഴെ വരെയും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലതു ഭാഗം മുഴുവൻ നെൽപ്പാടങ്ങളായിരുന്നു 2000 വരെ. അപ്പോൾ 2000-ന് ശേഷമാണ് കണ്ണത്താ ദൂരത്തെ നെൽവയലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ടൗൺഷിപ്പ് ആക്കി. അപ്പോൾ ഫാമിങ്ങോട്ട് പ്രശ്നമുണ്ടായത് ഫാമിങ് നിർത്തിയത് കൊണ്ടുള്ള ഇഷ്യൂസ്. അതുകൊണ്ട് തന്നെ അരീക്കോട് മഴ പെയ്താൽ ചാലിയാറിലെ വെള്ളമൊക്കെ വേഗത്തിൽ കെട്ടി നിൽക്കുന്നൊരവസ്ഥ കാണാൻ പറ്റും. അവിടെയൊക്കെ മൊത്തം വെള്ളക്കെട്ടുകളായി മാറുകയാണ്. അടുത്ത കാലത്തായിട്ട് അരീക്കോട് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കുന്നുകളുണ്ടല്ലോ. അപ്പോൾ കുന്നുകൾ നല്ല ചോലക്കുന്നുകളാണ് അരീക്കോടിൻ്റെ. അരീക്കോടിന് ഉള്ള ഒരു കാര്യം, അരീക്കോട്ടെ വലിയൊരു കുന്നിൻ്റെ മേലേന്ന് ധാരാളം ചോലകളുണ്ട്. പെരുമ്പറമ്പ് എന്ന് പറയുന്ന ഉഗ്രപുരം എന്ന് വിളിക്കുന്ന ഈ ഒരു കുന്ന് എടുക്കുകയാണ്. പെരുമ്പറമ്പ് മുതൽ ഉഗ്രപുരം വരെയുള്ള ഒരു കുന്നായിട്ട് കണക്കാക്കാം നമുക്ക് തൽക്കാലം പഠനാവശ്യത്തിന്. അതിൽ നമ്മുടെ പിന്നെ KSEBയുടെ പവർ സ്റ്റേഷൻ നിൽക്കുന്ന അവിടെ തൊട്ട് അങ്ങ് പൂക്കോട്ട് ചോല എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്ക് ഒരു ചോല ഉണ്ടായിരുന്നു. ആ ചോല എന്ന് പറയുന്നത് വെള്ളം ഒഴുകുന്ന നീർച്ചാലുകളെയാണ് ചോലയിൽ, തമിഴിൽ മലയാളത്തിൽ ചോല എന്ന്. ഈ ചോലകളുടെ ഒരു വലിയ നിര തന്നെ അരീക്കോട് അപ്രത്യക്ഷമായി. പൂക്കോട്ട് ചോലയിലും പിന്നെ സയൻസ് കോളേജിന്റെ മുകളിലൊരു ചോലയുണ്ട്. സയൻസ് കോളേജിന്റെ ക്യാമ്പസ് കഴിഞ്ഞിട്ട് മദർ ഹോസ്പിറ്റൽ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ വലിയൊരു തോട്, ഒരു ചോല താഴേക്ക് പതിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പം മഴക്കാലത്ത് ഇത്തിരി വെള്ളം പോകുന്നതേ. അങ്ങനെ പിന്നെ മറ്റേ നമ്മുടെ പൂങ്കുടി ഭാഗത്തേക്ക് അരീക്കോടിൻ്റെ അങ്ങേ ഭാഗം, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ധാരാളം നീർച്ചോലകൾ വന്നിട്ടാണ് പൂങ്കുടി പുഴ നല്ല ശക്തമായി. അങ്ങനെ മലയുടെ മുകളിലുണ്ടായിരുന്ന ചോലകളെ മുഴുവനും നമ്മൾ മണ്ണെടുത്തോ കല്ല് വെട്ടിയോ ഒക്കെ ടൗൺഷിപ്പാക്കി മാറ്റിയപ്പോൾ ചോലകൾ വെട്ടിത്തുടങ്ങി. രണ്ടാമത്തെ പ്രശ്നം അരീക്കോട് നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുന്നത് നഗര മാലിന്യങ്ങളാണ്. ഇപ്പം ധാരാളമായിട്ട് ടൗൺ വലുതാകുന്നതോറും നമ്മൾ വേസ്റ്റ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നത്. ഹരിതകർമ്മസേനക്കാരാണ് എല്ലാം കൊണ്ടുപോകുന്നത്. പക്ഷെ അവർ മാത്രം വിചാരിച്ചാൽ വേസ്റ്റ് ഇപ്പോഴും ധാരാളം വേസ്റ്റ് പുഴയുടെ തീരത്ത് കാണാൻ പറ്റും. പുഴയിൽ ഇപ്പോഴും വേസ്റ്റ് തട്ടുന്നുണ്ട്. കക്കൂസ് മാലിന്യങ്ങൾ ഇതൊക്കെ ഇപ്പോഴും പുഴയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും വളർന്നെങ്കിലും നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഇനിയും എൻ്റെ കണക്കിൽ വളരാനുണ്ട്. നമ്മൾ നമ്മൾ പറയുമെങ്കിലും നമ്മളിപ്പോഴും ഒരു ആധുനിക സമൂഹത്തിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അരീക്കോട്ടുകാർ എല്ലാത്തിനും പയനിയേഴ്സ് ആവേണ്ടവരാണ്. കാരണം മറ്റുള്ളവരൊക്കെ ഇത്ര വിദ്യാഭ്യാസം കിട്ടാതിരിക്കുന്ന കാലത്ത് തന്നെ വിദ്യാസമ്പന്നരായ മനുഷ്യരുള്ള നാടാണ് അരീക്കോട്. പിന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുള്ള നാടാണ് അരീക്കോട്. അത് വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഈ പാരിസ്ഥിതിക വിദ്യാഭ്യാസത്തിലും അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റിലും വളർന്നിട്ടില്ല. മറ്റുള്ളവരൊക്കെ വളർന്നത്ര തന്നെ നമ്മൾ വളർന്നിട്ടുള്ളൂ. പക്ഷെ മുന്നേ നടക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഇപ്പോഴും ഉള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ സർ ക്ലൈമറ്റ് ചേഞ്ചസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഈ ഫ്ലഡ് ഉണ്ടല്ലോ ഇപ്പം 2017-18 ടൈമിൽ പ്രളയം, അതൊക്കെ ഈ അരീക്കോടിൻ്റെ പ്രകൃതിയിലൊക്കെ എന്തെങ്കിലും കമ്മ്യൂണിറ്റായിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ശരിക്കും അരീക്കോട് എന്ന് പറയുന്നത് അരീക്കോട് ഹിൽ ഏരിയ മാറ്റുക. അരീക്കോടിൻ്റെ ഒരു പകുതിയേറെയും കുന്നുകളാണ്. അരീക്കോട് പഞ്ചായത്ത് എന്ന് പറയുന്നത് കുന്നാൽ സമൃദ്ധമാണ്. ഇടനാടൻ ചെങ്കൽ കുന്നുകളും കരിങ്കൽ കുന്നുകളൊക്കെ സമൃദ്ധമാണ്. അരീക്കോട്ടുകാരുടെ പിന്നെ താഴ്വാരങ്ങളുണ്ടല്ലോ, നമ്മൾ അരീക്കോട് അങ്ങാടി പോലെയുള്ള സ്ഥലങ്ങൾ ശരിക്കും ഫ്ലഡ് പ്ലെയിൻ ഏരിയ എന്നതിന് പറയാം. ഫ്ലഡ് പ്ലെയിൻ ഏരിയ പക്ഷെ ചാലിയാറിൻ്റെ വെള്ളത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പ്രകൃതി ഒരുക്കിയ സ്ഥലം. അതായത് മഴക്കാലം വരുമ്പോൾ പുഴ കര കവിയുമ്പോൾ പുഴയ്ക്ക് സേഫ് സോൺ വേണം.
പുഴക്ക് കൊള്ളാത്ത വെള്ളം പുഴ എവിടെയെങ്കിലും കയറ്റി വെക്കണമല്ലോ. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമ്മളതിനെ വെള്ളപ്പൊക്കം വിളിക്കും. പക്ഷെ ആ സാധനമാണ് ഈ അരീക്കോടിൻ്റെ താഴ്ഭാഗം മൊത്തം. ആ വെള്ളപ്പൊക്കം കയറി വരാനുള്ള സ്പേസ് പറ്റും. അത് ടൗണുകളാണ്. അപ്പം നമ്മുടെ ടൗണുകൾ മുങ്ങാണ് എന്നുള്ളതാണ് പുതിയ പ്രശ്നം. അപ്പം ഏത് മഴവെള്ളം വന്നാലും അരീക്കോട് എവിടെയെങ്കിലും വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. അപ്പം ചാലിയാറിൻ്റെ കാലാവസ്ഥ വ്യതിയാനം മൂലം ഇനി എന്നും നമുക്കിതൊക്കെ പ്രതീക്ഷിക്കാം. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും വലിയ തിക്തഫലം എന്ന് പറയുന്നത് വരൾച്ച മാത്രമല്ല, ഈ വരൾച്ചയോടൊപ്പം തന്നെ എന്തുണ്ടാവും? പ്രളയവും ഉണ്ടാവും. കാരണം ടെമ്പറേച്ചർ കൂടുകയാണ് വ്യതിയാനം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട്. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ചൂട് കൂടുന്നു. ചൂട് കൂടുമ്പോൾ കടലിൽ ജലനിരപ്പ് ഉയരും. കാരണം ഹിമാനികൾ വരും. സ്വാഭാവികമായിട്ടും കടലിന് നീരാവിയുടെ അളവ് കൂടും. നീരാവിയുടെ അളവ് കൂടുമ്പോൾ മഴ പെയ്യും, സൈക്ലോൺസുകൾ ഫോം ചെയ്യും. ഈ സൈക്ലോൺസും മഴ പെയ്തും എല്ലാം കൂടി ആയിട്ട് നമുക്ക് എന്നും പെയ്ത്താണ്. 10 മാസമൊക്കെ മഴ പെയ്യും. ചിലപ്പോഴൊക്കെ മേഘസ്ഫോടനങ്ങളുണ്ടാവും. ആ മേഘസ്ഫോടനങ്ങൾ കരുവാരക്കുണ്ടിലും അങ്ങനെയുള്ള കുണ്ടിലൊക്കെ പോയി കൂടുതൽ തള്ളും. ഞാൻ കുണ്ടെന്നാ പറയാം. അങ്ങനെ ഇങ്ങനെ വെസ്റ്റേൺസിന് കുറേ പോക്കറ്റുകളുണ്ട്. അങ്ങനെ അതിൽ മഴമേഘങ്ങൾ വന്ന് നിൽക്കും. അങ്ങനെയുള്ള അനേകം മലമടക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. മലമടക്കുകളായിട്ടുള്ള സ്ഥലങ്ങളിൽ മഴമേഘങ്ങൾ തിമർത്ത് പെയ്യുമ്പോഴാണ് നമ്മളതിനെ മേഘസ്ഫോടനം വിളിക്കുന്നത്. അപ്പോൾ ഒരു നിശ്ചിത അളവിൽ കൂടുതൽ മഴ പെയ്യുന്നതിൻ്റെ തോത് കൂടുമ്പോഴാണ് മേഘസ്ഫോടനം. ആ സ്ഫോടനം ഇനി നമുക്ക് കൂടുതലായിട്ടുണ്ടാകും. മുണ്ടക്കൈയിൽ ഒരു മേഘസ്ഫോടനമാണെന്നാണ് പറയുന്നത്. അരീക്കോട് വളരെത്തോറും ജനങ്ങളെ പരിസ്ഥിതിയിൽ നിന്ന് അകലും. അരീക്കോട് നല്ല കേട്ടോ, എല്ലാവരും അരീക്കോടിനായിട്ട് മാറിക്കാനൊന്നും കഴിയില്ല. അപ്പം നമ്മൾ 3 ആൾ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഒരു കോളേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. നിങ്ങൾ 3 പേർക്ക് നീന്തൽ അറിയൂല എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അതായത് നമ്മളെ പരിസ്ഥിതി അകലുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ കുറേ മരടിക്കുന്നോ കുറേ ചെടി മെട്ടി നശിപ്പിക്കുന്നു എന്നല്ല അർത്ഥം. നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് നമ്മൾ അറിയാതെ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അത് നമ്മളെ കുഴപ്പമില്ല. നമ്മൾ പുതിയ ഗാഡ്ജറ്റ്സുകൾ പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പണ്ട് സുഖം കൊള്ളാൻ സമയം കളയാനൊക്കെ നാച്ചുറൽ ഡയറ്റുണ്ട്. എന്നുവെച്ചാൽ കുറച്ച് തെളിച്ച് പറഞ്ഞാൽ വൈകുന്നേരം എന്താ പരിപാടിയോ ആകും. നമ്മൾ പുഴവക്കത്ത് പോയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കുന്നുമ്മ കയറിയിരിക്കാം, നമ്മൾ വരമ്പത്ത് പോയിരിക്കാം, നമ്മൾ കടൽ തീരത്ത് പോയിരിക്കാം. അങ്ങനെ നാച്ചുറലായിട്ടാണ് നമ്മുടെ ടെൻഷൻസിനൊക്കെ പങ്കുവെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ അതല്ലല്ലോ. നമുക്ക് ഫ്രണ്ട് ആപ്പ് ഉണ്ടോ, നമുക്ക് സുഹൃത്തുക്കളെ കിട്ടുന്നതാണ്. എന്നാൽ നമ്മൾ ഏതൊരു ആപ്പിലാണ് നമ്മളൊക്കെ നമ്മളെ ഡീലിങ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നത്. ഏതെങ്കിലും സ്നാപ്ചാറ്റിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഗാഡ്ജറ്റ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് നീന്താൻ അറിയണമെന്നില്ല. പിന്നെ നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ സമയമൊക്കെ പലപ്പോഴും നാച്ചുറലാണ് കവർന്നെടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ടെറസിൻ്റെ മുകളിൽ ഹോസ്റ്റലിലെയോ വീടിൻ്റെയോ ടെറസിൻ്റെ മുകളിൽ ആകാശത്തേക്ക് നോക്കി കടന്നിട്ട് നക്ഷത്രങ്ങളുടെ കോൺസെൻട്രേഷൻസ് കണ്ടിട്ടുണ്ടാകും? നിങ്ങൾ ഇന്ന് സുബൈക്ക് നീച്ചിട്ട് 5-5:30 നീച്ചിട്ട് നേരെ ആകാശത്തേക്ക് നോക്കിയിട്ട് വേട്ടക്കാരനെ കാണണം. വേട്ടക്കാരൻ ഓറിയോണിനെ കാണണം. ഇന്ന് ഒക്ടോബർ 2 അല്ലേ 3 അല്ലേ? ഈ ഒരാഴ്ച വേട്ടക്കാരൻ സുബൈക്ക് 5-5:30 ആകുമ്പോൾ നേരെ മേലുണ്ടാവും. 3 മാസം കഴിഞ്ഞ് ജനുവരിയിൽ ഇതേ ദിവസങ്ങളിൽ നിങ്ങൾ മരിവിസ്കരിച്ചിട്ട് നിങ്ങൾ നേരെ ആകാശത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് വേട്ടക്കാരൻ അവിടെയും കാണാൻ പറ്റും. എന്നുവെച്ചാൽ ഇന്ന് രാവിലെ സുബൈക്ക് കണ്ട വേട്ടക്കാരനെ ജനുവരിയിലെ ആകാശത്ത് നമുക്ക് കണ്ടു തുടങ്ങും. ചിലവൻ ഭൂമി ഒന്ന് കറങ്ങി ഇപ്പം പകല് കാണുന്നത് അടുത്ത 6 മാസം കൊണ്ട് രാത്രിയിൽ പിന്നെ തിരിച്ചും സംഭവിക്കുന്നുണ്ട്. നമ്മളെപ്പോഴെങ്കിലും മുറ്റത്തിരുന്നിട്ട് ഇവരുടെയൊക്കെ ഈ സഞ്ചാരത്തെ ആസ്വദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അരീക്കോട്ടുകാരെന്നല്ല, നമ്മൾ പൊതുവായിട്ട് മലയാളികൾ മൊത്തത്തിൽ ഇപ്പോൾ എനിക്ക് എന്നാൽ അറബ്സിനും
പണ്ടേ കോൺസ്റ്റലേഷൻസുകൾ റോമക്കാർക്ക്, അറബ്സിന്, ലാറ്റിൻസിന് ഒക്കെ ഭയങ്കരമായിട്ട് ഇത് ആയിരക്കണക്കിന് കൊല്ലം മുന്നേ ഇതൊക്കെ അറിയാമായിരുന്നു. മെസൊപ്പൊട്ടേമിയക്ക് 5000 കൊല്ലം മുന്നേ എക്ലിപ്സുകളെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു. ഏത് മാസമാണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം വരിക എന്നുള്ളത് 5000 കൊല്ലം മുന്നേ മെസൊപ്പൊട്ടേമിയക്കാർക്ക് ഐഡിയ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ മാസം ഏതെങ്കിലും ചന്ദ്രഗ്രഹണം ഉണ്ടോ ചോദിച്ചാൽ അമ്മോ വല്ല ഐഡിയ ഉണ്ടാ. നമ്മളെ കുഴപ്പമില്ല, നമുക്ക് വേറെ കുറേ ഐഡിയാസ് ഉണ്ട്. ഇപ്പോൾ നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല, അത് കലണ്ടറിലുണ്ട്. എന്തിനാ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് നോക്കണം എന്നതാണ്. നമുക്ക് എന്തിപ്പോൾ അത് നമ്മുടെ ഒരു ഇഷ്ട സ്ഥലമല്ല ആകാശം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പാട്ടൊക്കെ എഴുതുമ്പോൾ നല്ല പാട്ടിലൊക്കെ പറയൂലേ, ജുപ്പിറ്റർ മഴ നനയാൻ, എന്താ പാട്ട്, ചന്ദ്രനെ പക്ഷെ ആരെങ്കിലും ജുപ്പിറ്റർ റൈസ് കണ്ടു ഞങ്ങള് ഭയങ്കര ജുപ്പിറ്ററും വീനസും ഒക്കെ ഉദിച്ചു വരുന്നത് കാണാൻ ഭയങ്കര സൂര്യ ഉദിക്കുന്ന അത്ര തന്നെ സുന്ദരമാണ്. നമ്മൾ സൺറൈസ് കാണാൻ പോകാനൊക്കെ ഞാൻ ജുപ്പിറ്റർ റൈസ്, മൂൺ റൈസ് ഒക്കെ കാണാൻ പോയത്. മൂൺ റൈസ് കാണാനില്ല, വല്ലപ്പോഴും ആദർശമായിട്ട് കാണില്ല. വയലിലൊക്കെ എൻ്റെ ഒരു കുട്ടി ഇവിടുന്ന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ചേർന്നു. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആൻസൈറ്റിയിൽ സാറൊന്ന് മുറ്റത്തൊക്കെ ഇറങ്ങോ, ചന്ദ്രനെ കാണുന്നു, വലിയ ചന്ദ്രനെ കടലിന് പൊന്തി വരാറുണ്ടോ. ഞങ്ങളുടെ നിങ്ങൾ പോണ്ടിച്ചേരിയിൽ മൂൺ റൈസ് കടലിൽ നന്നായി കാണും. കാരണം സൂര്യൻ എവിടെ ഉദിക്കുന്നത്? കിഴക്ക്. ചന്ദ്രൻ എവിടെ ഉദിക്കുന്നത്? കിഴക്ക് തന്നെയാണ്. നമ്മൾ മാസം കാണാൻ വേണ്ടി പടിഞ്ഞാറ് നോക്കുന്നു എന്നുള്ളത് ചന്ദ്രന്റെ അവസാന ലാപ്പിലുള്ള കടലിലേക്ക് വീഴാൻ നേരത്തുള്ള ലാസ്റ്റ് മൊമെന്റ്, ഫസ്റ്റ് ഡേയിലെ ലാസ്റ്റ് മൊമെന്റാണ് കാണുന്നത്. ന്യൂ മൂണിന്റെ കുഞ്ഞിനെ നമ്മൾ കാണുന്നത് സൺസെറ്റിലാണ്, അല്ല മൂൺ സെറ്റ് ചെയ്യുമ്പോഴാണ്. അന്ന് റൈസ് ചെയ്തത് എവിടെയാ? കിഴക്ക് തന്നെയാണ്. എല്ലാ ഗ്രഹങ്ങളും കിഴക്ക വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ പോണ്ടിച്ചേരി പോയി ഇരുന്നിട്ട് നിങ്ങൾ മൂൺ റൈസ് കാണണം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ മാസവും കാണാം, എല്ലാ ദിവസവും കാണാൻ പറ്റും. അഡ്വൈസാണ്, അഡ്വൈസും ഇല്ല. അഡ്വൈസ് എന്ന് പറഞ്ഞതിന് പകരം എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്നത് പുതിയ തലമുറയിലാണ്, ജെൻസി തൊട്ട് താഴേക്കുള്ള. അത് ഇവർക്ക് ഒരു പ്രദേശത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവരായി ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു മെറിറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ അരീക്കോട് തന്നെ ജീവിച്ചോളണമെന്നില്ല, കാനഡയിൽ പോയി സെറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ എവിടെ പോയി സെറ്റിൽ ചെയ്യാം എന്ന് ചിന്തിക്കാൻ മാത്രം ഇവർ വളർന്നിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, അത് വളർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടുള്ള മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ലോകത്തോട് സംവദിക്കും. നമ്മൾ നമ്മുടെ നാട്ടിൽ സംവദിക്കുന്നതിനേക്കാളും പ്രധാനമാണ് ലോകം കാണുന്നതും ലോകത്തെ അറിയുന്നതും. അപ്പോൾ ലോകത്ത് ആകമാനമുള്ള പാരിസ്ഥിതിക ഇഷ്യൂസുകളും ഇവൻ്റെ ഇഷ്യൂസായി മാറും. ഇപ്പം നമ്മൾ ആഫ്രിക്കയിലൊരു വരൾച്ചയുണ്ട്, ടെക്സാസിൽ കാട്ടുതീയുണ്ട്, കാലിഫോർണിയയിൽ വലിയ രീതിയിൽ കാട് തകരുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയിലേക്ക് വളരുന്ന കുട്ടിക്ക് അത് ആഘാതം ഉണ്ടാക്കുന്നു. ഇവൻ മോഹിച്ച സ്ഥലങ്ങളായിരിക്കും, ഇവൻ കാണാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളായിരിക്കും. ഇപ്പം ഗസയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നമുക്ക് വേദനയുണ്ട്, നമ്മുടെ മനസ്സിൽ പിടയുന്നുണ്ട്. ഈ പിടച്ചിലാണ് നമ്മളെ പുതിയ തലമുറയെ കൂടുതൽ ഞാൻ കാണുന്ന മെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന നമ്മൾ ഈ ലോകത്തെ എല്ലാ ജിയോഗ്രഫിയും പഠിക്കും. ആൽപ്സ് പർവ്വതനിരകളെ കുറിച്ച് അറിയാം, ആമസോൺ കാടറിയാം, ഹിമാലയത്തിൻ്റെ പ്രാധാന്യം അറിയാം. പക്ഷെ അരീക്കോട്ട് കുന്നിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ആ കുന്നൊരു വാട്ടർ ടാങ്കാണ്. ആ കുന്നിൻ്റെ ഉള്ളിൽ ചോലയുണ്ട്, വെള്ളമുണ്ട്, ഉറവയുണ്ട്. ഈ കുന്നിൻ്റെ ഈ കുന്ന് നിലനിന്നാലേ താഴ്വാര നിലനിൽക്കുള്ളൂ. ഇതാണ് നമ്മളെ മൈക്രോ എക്കോ സോൺസ് എന്ന് പറയുന്ന തരത്തിലുള്ള സൂക്ഷ്മമായ പാരിസ്ഥിതിക മേഖലകളായിട്ട് നമ്മൾ നമ്മുടെ നാടിനെ പഠിക്കാൻ തുടങ്ങണം. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോഴേ നമുക്ക് എന്താവുള്ളൂ, നമ്മൾക്ക് നമ്മുടേതായ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പാരിസ്ഥിതിക പ്രശ്നം ലോകത്തിന് സോൾവ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയെന്ന് വെച്ചാൽ
ആ നാട്ടുകാരെ അതിനെ ആഗ്രഹിക്കാത്തടത്തോളം കാലം. അപ്പം നമ്മുടെ വയൽ നിലനിൽക്കുക എന്നുള്ളത് യൂറോപ്പിലെവിടെയുള്ള ഓരോ ആളുകളുടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ വയലിൻ്റെ ഗുണഭോക്താക്കളായ കർഷകർ വിശ്വസിക്കണം. കർഷകനെ വിശ്വസിക്കണേ കർഷകന് കൃഷിയോട് ഇഷ്ടമുണ്ടാകും. അപ്പം എനിക്ക് നിങ്ങളോട് പുതിയ തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ കൃഷിയെ ഇഷ്ടപ്പെടുന്നവരാകണം, പുഴയെ ഇഷ്ടപ്പെടുന്നവരാകണം, മലയിലൊക്കെ പോയി കാറ്റ് കൊണ്ടും ചായ കുടിച്ചും കുന്ന് കയറിയും ട്രക്ക് ചെയ്തൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാകണം. മഴ കൊള്ളണം, വെള്ളത്തിലിറങ്ങണം, നീന്തണം, മുങ്ങണം. ഇനി മരിക്കല്ല, മുങ്ങ മീൻസ് മുങ്ങി ഡൈവ് ചെയ്യാം. സ്ക്യൂബ ഡൈവിങ് കണ്ട് പോകണം. നമ്മൾ എപ്പോഴെങ്കിലും സ്ക്യൂബ ചെയ്യണം, നീന്തം പഠിക്കണ്ടല്ലോ. സ്ക്യൂബ ഡൈവിങ് ഒക്കെ ചെയ്ത് നമ്മളെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരാഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പം അതിന് ഏറ്റവും നല്ല ട്രൈ എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയോടൊപ്പം ചേർന്ന് ജീവിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റാതെ കുറേ മറ്റു ആഗ്രഹങ്ങളൊന്നും എനിക്ക് പറയാമല്ലോ. എനിക്ക് നാച്ചുറലാണ് റിലേറ്റ് ചെയ്തിട്ട് ജീവിക്കുക. അപ്പം അങ്ങനെ